വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ് അല്ലെങ്കിൽ പാരലൽ സർക്യൂട്ട്സിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റായിട്ട് നമ്മളത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നമ്മുടെ നേരത്തെ പഴയുള്ള വീഡിയോസിൽ യൂസ് ചെയ്ത പോലെ തന്നെ വാട്ടർ പൈപ്പ് അനലോഗി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് മനസ്സിലാക്കാം. വലിയൊരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ടാങ്കിൽ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് എനിക്ക് ഒരു പൈപ്പ് ഇട്ടിട്ട് ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ മോട്ടറിൻ്റെ ഔട്ട്ലെറ്റ് എനിക്ക് 3 പൈപ്പ് ഉണ്ട്. ഓക്കെ, ഇത് പൈപ്പ് എ, ദിസ് ഇസ് പൈപ്പ് ബി ആൻഡ് പൈപ്പ് സി. അപ്പം ഞാൻ ഈ മോട്ടറിന് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഇതിൽ കൂടെ പോവും. വെള്ളം ഈ ഫസ്റ്റ് എ പൈപ്പിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇങ്ങനെ വെള്ളം ഇതിൽ കൂടെ ഫ്ലോ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ പൈപ്പ് ബി കൂടെ ഫ്ലോ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പൈപ്പ് സി കൂടെ ഫ്ലോ ചെയ്തിട്ട് തിരിച്ച് ടാങ്കിലെത്തും. ഇതേപോലെ തന്നെയാണ്. അതായത് എൻ്റെ വാട്ടർ ഫ്ലോയ്ക്ക് ആകെ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. അതായത് പൈപ്പ് എ കൂടെ പോയ ശേഷം പൈപ്പ് ബി കൂടെ പോയി പൈപ്പ് സി കൂടെ പോയിട്ടാണ് എന്നെ തിരിച്ച് ടാങ്കിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ളതിന് നമുക്ക് സീരീസ് സർക്യൂട്ട് എന്ന് പറയാം. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 3 പൈപ്പില്ലേ, ഈ 3 പൈപ്പിൽ കൂടെയും സെയിം എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു സെയിം ക്വാണ്ടിറ്റിയിലുള്ള വെള്ളമായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അഡീഷണൽ ആയിട്ട് 2 പൈപ്പും കൂടെ ഫിക്സ് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് ഇൻ്റർസെക്ഷൻ എടുത്ത് കൊടുക്കുകയാണ്. ഇതെൻ്റെ പൈപ്പ് ഡി. ഇതുപോലെ ഞാൻ ഇവിടെ നിന്ന് വേറൊരു പൈപ്പ് എടുത്തു. ദിസ് ഈസ് പൈപ്പ് ഇ. ഇങ്ങനെ വരുമ്പോൾ എൻ്റെ വാട്ടർ ഫ്ലോ എങ്ങനെ ആയിരിക്കും, ഇതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തൂല. ഇവിടെ എത്തുമ്പോൾ എനിക്ക് 2 പാത്ത് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് വെള്ളം ഈ ഡി പൈപ്പിൽ കൂടെയും ബാക്കിയുള്ള വെള്ളം ഈ എ പൈപ്പിൽ കൂടെയും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ പോയിട്ട് അടുത്ത ഈ ഒരു പോയിന്റ് എത്തൂലേ, ഈ പോയിന്റ് എത്തുമ്പോൾ ഇതുപോലെ എനിക്ക് 2 പാത്ത് കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് വെള്ളം ഈ പൈപ്പിൽ കൂടെ പോവും. ബാക്കിയുള്ള വെള്ളം കണ്ടിന്യൂ ചെയ്ത് എ പൈപ്പ് അതേ ബി പൈപ്പിൽ കൂടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബി പൈപ്പിൽ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ സി പൈപ്പിലെത്തും അല്ലേ. ഇപ്പം ഈ എന്നുള്ള വെള്ളം ഉണ്ടല്ലോ, ഈ പൈപ്പിൽ കൂടെ വരുന്ന ഈ വെള്ളം ഇതുപോലെ ഇങ്ങനെ എത്തിയിട്ട് ഈ സി പൈപ്പിലെത്തി. ഇതുപോലെ തന്നെ ഡിയിലുള്ള വെള്ളവും എവിടെ എത്തുന്നുണ്ട്, ഈ സി പൈപ്പിലെത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ വെള്ളവും കൂടെ കമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ടാങ്കിലേക്ക് എത്തും അല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുക. അതായത് എൻ്റെ വെള്ളത്തിന് ഫ്ലോ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ പാത്സ് ഉണ്ട്. അതായത് എനിക്ക് എൻ്റെ വെള്ളത്തിന് ഏതിൽ കൂടെ പോകാം. ഒന്നുമില്ലെങ്കിൽ എ ഡി സി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എ ഇ സി എന്നുള്ള ഈ ഒരു പാത്തുണ്ട്. അതും അല്ലെങ്കിൽ എ ബി സി എന്നുള്ള വലിയൊരു പാത്തുണ്ട് അല്ലേ. അപ്പം എൻ്റെ വെള്ളത്തിന് 3 പാത്തുണ്ട്. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ പാത്ത് ഉള്ളതിനെ നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് വേണേൽ പറയാം. സീരീസിൻ്റെയും പാരലലിൻ്റെയും വാട്ടർ അനലോഗി വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും പഠിക്കാം. ഫസ്റ്റ് നമുക്ക് സീരീസ് സർക്യൂട്ട് പഠിക്കാം. ഓക്കെ, സീരീസ് സർക്യൂട്ടിൽ ഇപ്പം ഞാനൊരു സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഒരു ബാറ്ററിയിൽ ഞാൻ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, എൻ്റെ കറണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ആവൂല്ലേ. എൻ്റെ കറണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഞാൻ ഇനി ഒരു അഡീഷണൽ ഒരു ബൾബും കൂടെ സർക്യൂട്ടിൽ ആഡ് ചെയ്യാണ്. ഇതൊരു ബൾബ്, രണ്ടാമത്തെ ബൾബ് ആക്കുമ്പോൾ എന്താവും, ഈ കറണ്ട് ഏതിൽ കൂടെ പോവും, ആദ്യം ഈ ഫസ്റ്റ് ബൾബിൽ കൂടെ പോവും. അത് കഴിഞ്ഞ് നേരെ സെക്കൻഡ് ബൾബിൽ കൂടെ പോവും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് എത്തും. ഇതേപോലെ തന്നെ നമ്മൾ 3 ആക്കിയാലും ഇങ്ങനെ തന്നെ. 3 ആക്കാൻ നേരം ഫസ്റ്റ് ബൾബിൽ കൂടെയും സെക്കൻഡ് ബൾബിൽ കൂടെയും തേർഡ് ബൾബിൽ കൂടെയും കറണ്ട് ഫ്ലോ ചെയ്ത ശേഷം തിരിച്ച് എൻ്റെ നെഗറ്റീവിലേക്ക് എത്തും അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബൾബിൻ്റെ ഈ ബൾബ് എടുത്തു കഴിഞ്ഞാൽ ഈ ബൾബിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ഉണ്ട് അല്ലേ. അതുപോലെ ഈ ബൾബിൻ്റെയും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ് ഉണ്ട്. അതായത് ഒരു ബൾബിൻ്റെ അല്ലെങ്കിൽ ഒരു കോമ്പണൻറ്റിൻ്റെ എൻഡിൽ നിന്നാണ് അടുത്ത കോമ്പണൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ സീരീസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിൽ നോക്കുക, ഈ ഫസ്റ്റ് സർക്യൂട്ട് എടുക്കുക. ഫസ്റ്റ് സർക്യൂട്ടിൽ
ഈ ഫസ്റ്റ് ഒരു ബൾബിൽ കൂടെ ഈ കറണ്ട് പോകുന്നുണ്ടല്ലേ. ഇതേ ഇതിൽ ഞാൻ ഒരു ബൾബും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്തായി, ആ കറണ്ട് ഫസ്റ്റ് ബൾബിൽ കൂടെയും സെക്കൻഡ് ബൾബിൽ കൂടെയും പോയി. എൻ്റെ ഈ കറണ്ടിന് പോകാൻ വേറെ പാത്തുകളൊന്നുമില്ല, ആകെ കൂടെ ഒരേ പാത്ത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ 3 വെച്ചപ്പോഴും ഒരേ കറണ്ട് തന്നെയാണ് ഈ 3 ബൾബിൽ കൂടെയും പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ സീരീസ് സർക്യൂട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് സീരീസ് സർക്യൂട്ടിൽ കോമ്പോണൻസിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. സീരീസ് സർക്യൂട്ടിൽ നമ്മളുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതിന് ഇപ്പോൾ ഞാൻ ഈ ബൾബ് വെച്ചതിന് പകരം ബൾബിന് ഇക്വലൻ്റായിട്ട് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും, എനിക്ക് വേണമെങ്കിൽ ഒരു റെസിസ്റ്റർ വെച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ഓവറോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, സീരീസ് ആയിട്ടുള്ള ഇതിൻ്റെ ഓവറോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3 ആയിരിക്കും. ഇങ്ങനെ ഇപ്പോൾ എനിക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും എണ്ണം ആഡ് ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് നമ്മുടെ പഴയ സർക്യൂട്ട് പോകാം. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ബൾബ് വെച്ചു അല്ലേ. ഈ ഒരു ബൾബ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എനിക്ക് ഒരു റെസിസ്റ്റൻസ് വെച്ച പോലെയല്ലേ. ഇവിടെ ഞാനാകുമ്പോൾ എന്തായി, ഇവിടെ 2 റെസിസ്റ്റൻസ് ആയി. ഇവിടെ എനിക്ക് 3 റെസിസ്റ്റൻസ് ആയി. അപ്പോൾ ഈ ഓരോ ഇതിലും എൻ്റെ ഓവറോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഈ ഓരോ സർക്യൂട്ടിലും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് വരികയല്ലേ ചെയ്യുന്നത്. കാരണം ഇവിടെ എനിക്ക് ഒരു റെസിസ്റ്റർ ആയിരുന്നു, ഇവിടെ എനിക്ക് 2 ബൾബ് വെച്ചപ്പോൾ ഒരു എഫക്റ്റീവ്ലി അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. കാരണം നമ്മൾ പറഞ്ഞു സീരീസ് റെസിസ്റ്റൻസ് ആഡ് ചെയ്യാന്ന്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടി. ഇവിടെ 3 ആകുമ്പോൾ ഇവിടുത്തെ 3ൻ്റെയും റെസിസ്റ്റൻസ് ആഡ് ആകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണെന്ന് പറഞ്ഞു, പക്ഷേ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കില്ലേ. കാരണം ആസ് പെർ ഓംസ് ലോ എന്താ, V = IR. അങ്ങനെയാണെങ്കിൽ കറണ്ട് I = എന്താ, V/R. ഇവിടുത്തെ ഞാൻ വോൾട്ടേജ് സെയിമാണ് വെക്കുന്നതെന്ന് വെച്ചോ, ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ സെയിമാണ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഫസ്റ്റത്തേൽ ഇതിനിപ്പോൾ ഞാൻ R1 എന്ന് വയ്ക്കുന്നു. ദിസ് ഇസ് R1 and R2, R1, R2, R3. സോ ഫസ്റ്റത്തെ സർക്യൂട്ടിൽ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, വോൾട്ടേജ് ഡിവൈഡ് ബൈ R ആയിരിക്കും. സെക്കൻഡ് സർക്യൂട്ടിൽ I2 ആണെങ്കിൽ I2 എന്തായിരിക്കും, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R1 + R2 ആയിരിക്കും. തേർഡ് സർക്യൂട്ടിൽ I3 = V ഡിവൈഡ് ബൈ R1 + R2 + R3 ആയിരിക്കും. നമ്മുടെ ഈ ഓരോ സർക്യൂട്ടിലും നമ്മുടെ റെസിസ്റ്റൻസ് കൂടിക്കൂടി വരുന്നില്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇവിടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മുടെ കറണ്ട് കുറയും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫസ്റ്റ് ബൾബ് നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുകയാണെങ്കിൽ ഞാൻ 2 ബൾബ് വയ്ക്കുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ്, രണ്ടിൻ്റെയും ബ്രൈറ്റ്നെസ് കുറച്ച് കുറയും. കാരണം ഓവറോൾ റെസിസ്റ്റൻസ് കൂടും. ഇപ്പോൾ ഇതിൽ കൂടെ എനിക്കൊരു 10 ആംപിയർ കറണ്ടാണ് ഫ്ലോ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ അടുത്തൊരു ബൾബും കൂടെ വെച്ചപ്പോൾ മേ ബി ഒരു 8 ആംപിയർ ഒക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. അടുത്തൊരു ബൾബും കൂടെ വെച്ചപ്പോൾ മേ ബി ഒരു 6 ആംപിയർ ഒക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഓവറോൾ നമ്മുടെ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരും. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എനിക്കൊരു 24 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്, അതിൽ ഞാൻ 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. 10 ohm, 6 ohm ആൻഡ് 8 ohm റെസിസ്റ്റേഴ്സ് ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? കറണ്ട് ഒന്ന് കണ്ടുപിടിച്ചേ. കറണ്ട് എങ്ങനെയാണ് വരിക? ആദ്യം നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അറിയണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇത് സീരീസ് കണക്ഷനാണ്. സോ എല്ലാ റെസിസ്റ്റൻസും കൂടെ ആഡ് ആവും. സോ 10 + 6 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ohms അല്ലേ. അപ്പോൾ നമുക്ക് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? I = വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. 1 ആംപിയർ ആണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓരോ റെസിസ്റ്ററിന് അക്രോസും എനിക്ക് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ലേ.
ആ വോൾട്ടേജ് ഡ്രോപ്പ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അതും ആസ് പെർ ഓംസ് ലോ ആണ്. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഹോൾ സർക്യൂട്ടിൽ എൻ്റെ കറണ്ട് 1 ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടി എന്ത്? ഐ ഈസ് ഈക്വൽ ടു 1 ആംപിയർ എന്ന് കിട്ടി. വി ഈസ് ഈക്വൽ ടു 24 എന്നും കിട്ടി. എനിക്ക് ഓരോ റെസിസ്റ്ററിന് അക്രോസും ഉള്ള വോൾട്ടേജ് കാണണം. വോൾട്ടേജ് അക്രോസ് ദ 10 ഓം എത്രയായിരിക്കും? ഐ ഇൻറ്റു ആർ അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വോൾട്ട്. ഇനി വോൾട്ടേജ് അക്രോസ് ദ 6 ഓം റെസിസ്റ്റർ എത്രയായിരിക്കും? 6 ഇൻറ്റു 1 6 വോൾട്ട്. വോൾട്ടേജ് അക്രോസ് 8 ഓം എത്രയായിരിക്കും? ഐ ഇൻറ്റു ആറിലെ 1 ഇൻറ്റു 8 വിച്ച് ഇസ് ഈക്വൽ ടു 8 വോൾട്ട്. അതായത് ഈ 24 വോൾട്ട് 24 വോൾട്ട് നമ്മുടെ സപ്ലൈ വോൾട്ടേജിന് ഈ ഓരോ റെസിസ്റ്ററിന് അക്രോസും 10 വോൾട്ട് 6 വോൾട്ട് ആൻഡ് 8 വോൾട്ട് ആയിട്ട് ഡ്രോപ്പ് ആയി പോയി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് 10 + 6 + 8 എത്ര? 24 വോൾട്ട് അല്ലേ? അപ്പോൾ ഈ 24 വോൾട്ടിൻ്റെ ഈച്ച് ഫ്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ ഈ ഓരോ റെസിസ്റ്ററിലായിട്ട് ഡിവൈഡ് ആയിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ സീരീസ് സർക്യൂട്ട്സിന് വോൾട്ടേജ് ഡിവൈഡർ എന്നും പറയാറുണ്ട്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയാൻ കാരണം എന്താ? അതായത് ഞാൻ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ ഒരു പോർഷൻ എനിക്ക് ആ റെസിസ്റ്റേഴ്സിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആയിട്ട് കിട്ടും. ഇനി സീരീസ് കണക്ഷൻ്റെ നമ്മൾ ഒരു കാര്യം നോക്കാനുണ്ട്. അതായത് സീരീസ് കണക്ഷനിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യണേ. ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഇവിടെ എനിക്കൊരു ഫാന് ഞാൻ കണക്ട് ചെയ്യുന്നു. ഫ്രിഡ്ജ് കണക്ട് ചെയ്യുന്നു. ടി വിയും കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഫാനും ഫ്രിഡ്ജും ടി വിയും ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചോ. എനിക്ക് ടി വി ഇടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാനും ഫ്രിഡ്ജും ഓൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് എൻ്റെ ഫാൻ ഓഫാന്ന് വയ്ക്കാം. ഫാൻ ഓഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കറണ്ടിന് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യാനുള്ള പാത്തില്ല. ഇവിടെ ആക്ച്വലി ബ്രേക്കായി അല്ലേ? അപ്പോൾ എൻ്റെ ഫാൻ ഓടിയില്ലെങ്കിൽ എന്താ? എൻ്റെ ഇവിടെയുള്ള ടി വിയിലേക്ക് കറണ്ട് എത്തില്ല. ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, കാരണം എന്താ? എൻ്റെ ഇവിടെ ഓൾറെഡി സർക്യൂട്ട് ബ്രേക്കായി. അപ്പോൾ സീരീസ് കണക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബൾബിൻ്റെ സർക്യൂട്ട് പറഞ്ഞില്ലേ, നമ്മൾ 3 ബൾബ് വെച്ചിട്ട് ഇതിലിപ്പോൾ ഒരു ബൾബ് നിങ്ങൾ അഴിച്ചു മാറ്റിയെന്ന് വയ്ക്കുക. ഒരു ബൾബ് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് ബൾബ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാണ്. ഫസ്റ്റ് ബൾബ് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഓപ്പൺ ആവും. ഓക്കെ, അതായത് എൻ്റെ ബൾബ് ഞാൻ എടുത്ത് മാറ്റി. ബൾബ് മാറ്റി കഴിഞ്ഞാൽ എന്താവും? എനിക്ക് എൻ്റെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പാത്തില്ല. അതുകൊണ്ട് ബാക്കിയുള്ള 2 ബൾബും ഓഫാവും. അപ്പം നമ്മൾ ഈ മേലത്തെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഈ ഫാന് ഫ്രിഡ്ജ് ടി വി എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഈ ഒരു സാധനം ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 2-3 എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഹോം വയറിങ്ങിന് നമ്മൾ സീരീസ് സർക്യൂട്ട്സ് പ്രിഫേർഡ് അല്ല. സോ സീരീസ് സർക്യൂട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് പാരലൽ സർക്യൂട്ട്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ അപ്പോഴേ പറഞ്ഞു, നമ്മുടെ പൈപ്പ് അനലോഗിയിൽ പറഞ്ഞോളെ ഈ കുറച്ച് 2 പൈപ്പുകൾ ഞാൻ അഡീഷണലി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ടറിന് ഫ്ലോ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ പാത്ത് ഉണ്ടാവും അല്ലേ? അതേപോലെ എൻ്റെ നമ്മൾ ഇലക്ട്രിക്കൽ അനലോഗി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയിൽ നിന്ന് എനിക്ക് ഒരു ബൾബുണ്ട്. ഫസ്റ്റ് ബൾബ് എനിക്ക് ഇവിടെ ഉണ്ട്. ഇപ്പം എൻ്റെ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? ഇതിൽ കൂടെ പോയിട്ട് ഇതിൽ കൂടെ റിട്ടേൺ ആവും. ഈ ഫസ്റ്റ് ബൾബിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് റിട്ടേൺ ആവും. ഞാൻ അഡീഷണലി ഒരു രണ്ടാമത്തെ ഒരു ബൾബും കൂടെ വെക്കുകയാണ്. രണ്ടാമത്തെ ഒരു ബൾബ് അവിടെ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? കറണ്ട് ഇതിൽ കൂടെ പോയി ഇവിടുന്ന് 2 പാത്ത് കാണും. അപ്പോൾ 2 പാത്തായിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ നിന്ന് കുറച്ച് കറണ്ട് ഫസ്റ്റ് ഇതിൽ കൂടെയും ബാക്കിയുള്ള കറണ്ട് സെക്കൻഡിൽ കൂടെയും പോവും. അത് കഴിഞ്ഞിട്ട് അവ രണ്ടും കൂടെ ഇവിടെ നിന്ന് ജോയിൻ്റ് ആയിട്ട് ബാക്ക് ടു എങ്ങോട്ട് പോകും. ഇനി ഞാൻ തേർഡ് ബൾബ് ഫിക്സ് ചെയ്യാമെന്ന് വെച്ചു. തേർഡ് ബൾബ് ഫിക്സ് ചെയ്യാണ്. തേർഡ് ബൾബ് ആകുമ്പോൾ എന്താവും? ഫസ്റ്റ് ഇതുപോലെ തന്നെ കറണ്ട് വരും. ഇവിടെ നിന്ന് 2 പാത്ത് കാണും, സ്പ്ലിറ്റ് ആവും. ഇവിടെ വരും, പിന്നെയും 2 പാത്ത് കാണും, സ്പ്ലിറ്റ് ആവും. ഇങ്ങനെ ഇപ്പുറത്തൂടെ പോയി ഇവിടെ നിന്ന് തിരിച്ച് വന്ന് ഇതിങ്ങനെ ജോയിൻ ആവും. ഐ മീൻ ബാക്ക് ടു ദ
സോഴ്സ്. അപ്പോഴേ നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇത് ഒറ്റ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൾബ് എല്ലാം നമ്മുടെ വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ബൾബിൽ കൂടെയും പോകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ ഫസ്റ്റ് ബൾബ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ബൾബിൻ്റെ കുറച്ച് കറണ്ട് ഇവിടെ പോയില്ലേ, ഇതിൻ്റെ ബാക്കിയുള്ള കറണ്ടല്ലേ ഇപ്പുറത്ത് പോകുന്നുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെയും ബാക്കിയല്ലേ അപ്പുറത്തോട്ട് പോകുന്നുള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് സെയിം ആയിരിക്കില്ല. ഓരോ ഡിവൈസിൽ അല്ലെങ്കിൽ ഓരോ കോമ്പണൻസിൽ കൂടെയും പോകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോഴെടുത്ത പോലെ തന്നെ നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ എടുക്കാം. അതായത് എനിക്കൊരു 12 വോൾട്ട് ബാറ്ററി ഉണ്ടെന്ന് വയ്ക്കാം. 12 വോൾട്ട് ബാറ്ററിയിൽ ഞാൻ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യണം. 3 ഓം 4 ഓം 5 ഓം എന്നുള്ള ഒരു 3 റെസിസ്റ്റേഴ്സ് ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും? ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് വി സോഴ്സ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണല്ലേ. ഈ വോൾട്ടേജ് അക്രോസ് ഈച്ച് കോമ്പണൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 3 ഓം റെസിസ്റ്ററോ 4 ഓം റെസിസ്റ്ററോ 5 ഓം റെസിസ്റ്ററോ ഏത് റെസിസ്റ്റർ വേണമെങ്കിലും എടുത്തോളൂ. ഈ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഉള്ള വോൾട്ടേജും എത്രയാണ്? വി അക്രോസ് 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 വോൾട്ട് തന്നെയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു V4 ഈക്വൽ ടു V5. കാരണം എല്ലാത്തിൻ്റെയും വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ സോഴ്സിന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 12 വോൾട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ചാൽ, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യില്ലേ. ഇപ്പോൾ ഒരു I കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ വെച്ചിട്ട് ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ഇതെന്താവും? ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റായി. I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റായി. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നിട്ട് I എന്താവുന്നുണ്ട്? എൻ്റെ I1 പ്ലസ് I2 ആവുന്നുണ്ട്. ഇനി I2 എന്ന് പറയുന്നത് എന്താവുന്നുണ്ട്? I2 വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ഈ ജംഗ്ഷനിലെത്തുമ്പോൾ പിന്നെയും സ്പ്ലിറ്റ് ആവുന്നില്ലേ. ഇത് ഞാൻ I3 എന്നും ബാക്കിയുള്ള കറണ്ടിനെ ഞാൻ I4 എന്നും പറയും. പിന്നെ എനിക്ക് എന്നിട്ട് I2 എന്ന് പറയുന്നത് I3 പ്ലസ് I4 ആണെന്ന് കിട്ടി. ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇവിടെ നിന്ന് ജോയിൻ ആവും. ഈ I3 ഇവിടെ നിന്ന് ജോയിൻ ആവും. ഇത് കമ്പൈൻഡ് കറണ്ട് ഇപ്പുറത്ത് എത്തും. ഇവിടെ നിന്ന് അതുപോലെ I1ഉം ഈ പറഞ്ഞ I3 പ്ലസ് I4ഉം രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ സോഴ്സിലെത്തും. അപ്പോൾ ഇതിന്ന് നമുക്ക് I2 I3 പ്ലസ് I4 ആണെന്നറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ I എന്ന് പറയുന്നത് എന്തായിരുന്നു? I1 പ്ലസ് I2 ആയിരുന്നു. ആ I2ന് പകരം ഞാൻ I3 പ്ലസ് I4 ഈ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ I എന്ന് പറയുന്നതാവും I1 ഈസ് ഈക്വൽ ടു I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I3 പ്ലസ് I4. ഇനി നിങ്ങൾ നോക്കുക, ഈ I1 I3 I4 എന്താ? I1 I3 I4 എന്ന് പറയുന്നത് ഈ ഓരോ റെസിസ്റ്ററിൻ്റെയും ബ്രാഞ്ചിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ. അതായത് നമ്മുടെ ടോട്ടൽ കറണ്ട്, ഒരു പാരലൽ സർക്യൂട്ടിൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സമ്മായിരിക്കും. സീരീസ് കണക്ഷനിൽ നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആഡ് ചെയ്ത് പോകുന്നല്ലേ. പാരലൽ സർക്യൂട്ടിൽ അങ്ങനെയല്ല. പാരലൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ആക്ച്വലി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അതിന് നമുക്കൊരു ഫോർമുലയുണ്ട്. അതായത് 1/R പാരലൽ ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് വാട്ടെവർ എക്സെട്ര. ഓക്കെ, ഈ RP എന്ന് പറയുന്നതാണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ R1 R2 R3 എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ബ്രാഞ്ചിലൂടെയുള്ള റെസിസ്റ്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ 3 4 5 അല്ലേ, അങ്ങനെ വെച്ചിട്ട് ഈ RP ഒന്ന് കണ്ടുപിടിച്ചേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/RP ഈസ് ഈക്വൽ ടു 1/3 പ്ലസ് 1/4 പ്ലസ് 1/5. ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0.7833 എന്ന് കിട്ടും. ഇത് 1/RP ആണ്. അപ്പോൾ RP എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? RP ഈസ് ഈക്വൽ ടു 1/0.7833 1.27 ഓംസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, 3 ഓംസും 4 ഓംസും 5 ഓംസും കൂടെ പാരലിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടിയത്? 1.27 ഓംസ് ആണല്ലേ. ഈ പാരലൽ സർക്യൂട്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
അതിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനേക്കാളും അല്ലെങ്കിൽ ഹയസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂവിനേക്കാളും അറ്റ്ലീസ്റ്റ് അത് ചെറുതായിരിക്കും. അതായത് ഓവറോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ എത്ര നമ്മൾ പാരലി ആഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. എന്നാൽ സീരീസ് സർക്യൂട്ടിൽ അങ്ങനെയല്ല. സീരീസ് സർക്യൂട്ടിൽ നമ്മുടെ എത്ര റെസിസ്റ്റൻസ് നമ്മൾ കൂട്ടുന്നു അത്രത്തോളം അതിൻ്റെ റെസിസ്റ്റൻസ് ആഡായി വരും. അതായത് ഓവറോൾ റെസിസ്റ്റൻസ് കൂടിക്കൂടി വരും. പാരലലിൽ എത്ര റെസിസ്റ്റൻസ് നമ്മൾ പാരലി ആഡ് ചെയ്യുന്നോ അത്രയും അതിൻ്റെ ഓവറോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. ഇനി അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻ എനിക്ക് എൻ്റെ സോഴ്സ് ഉണ്ട്. സോഴ്സിൽ ഞാനിവിടെ എൻ്റെ TV കണക്ട് ചെയ്തിട്ടുണ്ട്. TV കഴിഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ ഫ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ എൻ്റെ ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സാധനവും ഇപ്പോൾ TVയോ ഫ്രിഡ്ജോ ഫാനോ ഇപ്പോൾ എനിക്ക് TV ഇടണമെന്ന് വയ്ക്കുക. TV ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ആ TV മാത്രം ഓണാക്കിയാൽ മതി. TV മാത്രം ഓണാക്കുമ്പോൾ എന്താവും, എനിക്ക് എൻ്റെ കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ടൊരു പാത്തുണ്ട്. അതായത് ബാക്കിയുള്ള വേറെ സോഴ്സുമായിട്ട് അല്ലെങ്കിൽ വേറെ കോമ്പണൻസ് ആയിട്ട് ഡിപ്പെൻഡഡ് അല്ല. അതായത് എൻ്റെ പാത്തിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് വേറെ കോമ്പണൻസ് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് TV ഓൺ ആക്കണേ ഡയറക്റ്റ്ലി TV ഓൺ ആക്കാം. അതേസമയം എനിക്കിപ്പോൾ ഫ്രിഡ്ജ് ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓൺ ആക്കാം. അതിനിപ്പോൾ TV ഓൺ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഏതെങ്കിലും ഒരു സാധനം കേടുവന്നു, ഇപ്പോൾ എൻ്റെ ഫസ്റ്റുള്ള ഫാന് കേടുവന്നു എന്ന് വയ്ക്കാം. എനിക്ക് 3 ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ 3 ഓൺ ആക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫാന് കേടുവന്നെന്താവും, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഇല്ലാതാവുന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ എൻ്റെ കറണ്ടിന് ഇപ്പുറത്തോടുള്ള പാത്തുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിലും എൻ്റെ ഫ്രിഡ്ജും TVയും വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സർക്യൂട്ടാണ് നമ്മൾ ആക്ച്വലി ഹോം വയറിങ്ങിന് യൂസ് ചെയ്യുക. അല്ലാതെ വീട്ടിൽ ഒരു TV ഇടണമെങ്കിൽ ഫ്രിഡ്ജ് ഓൺ ആക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഓണാക്കി വെക്കണം എന്നാണെങ്കിൽ ആ ഫുൾ ടൈമും ഫാനും TVയും ഓണായിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ വീടുകളിൽ നമ്മൾ പാരലൽ വയറിംഗ് ആണ് ചെയ്യുക. നമ്മൾ അപ്പോൾ പാരലൽ സർക്യൂട്ടും നമ്മൾ കവർ ചെയ്തു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. സോ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അതും അറിയിക്കുക. എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.